കിവി പക്ഷികളുടെ തിരിച്ചുവരവും പ്രകൃതിയിലെ വിസ്മയവും. പറക്കാൻ കഴിയാത്ത രോമം പോലുള്ള തൂവലുകളുള്ള നീളൻ ചുണ്ടിൻ്റെ അറ്റത്ത് മൂക്കിൻ ദ്വാരങ്ങളുള്ള ഒരു വിചിത്ര പക്ഷി. അതായിരുന്നു ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ന്യൂസിലാൻഡിൻ്റെ വനങ്ങളിലെ രാജാവ് കിവി. എന്നാൽ കാലം മാറി. കപ്പലുകൾക്കൊപ്പം എത്തിയ ശത്രുമൃഗങ്ങൾ ഈ പാവം പക്ഷികളെ വംശനാശത്തിൻ്റെ വക്കിലെത്തിച്ചു. 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ കിവി ലോകത്തു നിന്ന് തന്നെ അപ്രത്യക്ഷമാകുമെന്ന് എല്ലാവരും ഭയന്നു. പക്ഷേ ന്യൂസിലാൻഡ് ഒരു സാഹസികമായ പരീക്ഷണം നടത്തി. ഒരു ദ്വീപിനെ മുഴുവൻ ശുദ്ധീകരിച്ച് 300 കിവികളെ അവിടെ തുറന്നുവിട്ടു. പിന്നെ നടന്നത് ആരെയും അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളായിരുന്നു. കിവി പക്ഷികളുടെ പ്രത്യേകതകൾ. കിവികൾ വെറുമൊരു പാവം പക്ഷികളല്ല. അവയ്ക്ക് രക്തദാഹികളായ വേട്ടനായ്ക്കളെ പോലെ തന്നെ ഘ്രാണശക്തിയുണ്ട്. രാത്രികാലങ്ങളിൽ വനഭൂമി ഉഴുതുമറിക്കുന്ന ബുൾഡോസറുകളാണ് ഇവ. ഇവയുടെ കുഞ്ഞുങ്ങളിൽ 95% ശത്രുമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇത് തടയാൻ ശാസ്ത്രജ്ഞർ ഒരു കോട്ടമെടുത്തു. ഒരു വിജനമായ ദ്വീപിനെ ശത്രുക്കളില്ലാത്ത സ്വർഗമാക്കി മാറ്റി. ദ്വീപിൽ വന്ന മാറ്റങ്ങൾ. മരങ്ങൾ കുറവുള്ള വിജനമായ ദ്വീപായിരുന്നു അത്. കിവികൾ മണ്ണിൽ കുഴിക്കാൻ തുടങ്ങിയതോടെ വനഭൂമി ശ്വസിക്കാൻ തുടങ്ങി. ഈ കുഴിയെടുക്കൽ മണ്ണിലേക്ക് ഓക്സിജനും വെള്ളവും ഇറങ്ങാൻ വളരെയധികം സഹായിച്ചു. കിവികൾ കഴിച്ച പഴങ്ങളുടെ വിത്തുകൾ അവയുടെ വിസർജ്യത്തിലൂടെ വനം മുഴുവൻ വ്യാപിച്ചു. വെറും 2 വർഷത്തിനുള്ളിൽ ആ ദ്വീപ് ഒരു പുതിയ കാടായി മാറി. മണ്ണ് നന്നായാൽ സസ്യങ്ങൾ നന്നാവുമെന്നും സസ്യങ്ങൾ നന്നായാൽ എല്ലാ ജീവജാലങ്ങളും നന്നാവുമെന്നും ഈ പരീക്ഷണം തെളിയിച്ചു. വിജയഗാഥ. വെറും 5 വർഷത്തിനുള്ളിൽ 300 കിവികൾ എന്നത് 1000-ആയി ഉയർന്നു. ഇന്ന് ഈ ദ്വീപ് ഒരു കിവി ഫാക്ടറി പോലെയാണ്. ഇവിടെ വളരുന്ന പക്ഷികളെ പിന്നീട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുകയും അവിടെ വളർത്തി വലുതാക്കുകയും ചെയ്യുന്നുണ്ട്. സ്മാർട്ട് ട്രാൻസ്മിറ്ററുകളും AI സാങ്കേതികവിദ്യയും ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ പക്ഷികളെ നിരീക്ഷിക്കുന്നത്. വംശനാശം എന്നത് അവസാന വാക്കല്ല എന്ന് ഈ ചെറിയ പക്ഷികൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രകൃതിക്ക് നമ്മൾ ചെറിയ സഹായം ചെയ്താൽ അത് ഇരട്ടിയായി നമുക്ക് തിരിച്ചു തരും. ഇന്ന് ന്യൂസിലാൻഡിലെ ജനവാസ മേഖലകളിൽ പോലും കിവികളുടെ ശബ്ദം കേട്ടു തുടങ്ങിയിരിക്കുന്നു. ലോകത്തെമ്പാടുമുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ഇതൊരു വലിയ പാഠമാണ്. ഭൂമിയെ വീണ്ടും ജീവസുറ്റതാക്കാൻ നമുക്ക് വേണ്ടത് വലിയ യന്ത്രങ്ങളല്ല, മറിച്ച് പ്രകൃതിയിലെ ഈ കൊച്ചു കൂട്ടുകാരെ സംരക്ഷിക്കാനുള്ള മനസ്സാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.